ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മളെ കയ്യിലുള്ള വെജിറ്റബിളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസാണ്. അതിന് വേണ്ടി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, പക്ഷേ ബട്ടറിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ബീൻസും ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തത്, ഇത് നമ്മൾ ഇഷ്ടാനുസരണം കൂട്ടും കുറക്കുകയോ ചെയ്യുക, അതാണ് ഞാൻ അളവ് പറയാത്തത്. ഇതിൽ 3/4 ഭാഗം വേവാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, ഹെൽത്തി ഒന്നല്ല കേട്ടോ, പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു 1/2 കപ്പ് കവേജ് കട്ട് ചെയ്തതും ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും അത്ര തന്നെ ഇതിന് കുക്കാവണ്ട, അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ചിക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. ഇനി ഇതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണ് സോയാ സോസ്, 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂണ് കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സായി കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ മാഗി ക്യൂബിലും സോയാ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി എല്ലില്ലാത്ത പീസ് മസാലകളൊക്കെ ചേർത്ത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമല്ല. ഇത് നമ്മൾ ഈ റൈസിൻ്റെ അടിയൊക്കെ ഒന്ന് കടിക്കാക്കും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ബസ്മതി അരിയാണ്, ഒരു 80% ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ്. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് റെഡിയായി, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.